ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ വിനു, ഈ പണം മോൻ തന്നെ വെച്ചോ. അച്ഛൻ ഇപ്പൊ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പണത്തിന്റെ ആവശ്യമുള്ളത് മോനാ. മാധവേട്ട, വിനുമോൻ പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ രണ്ടുപേരുടെയും ചെലവ് ഇനി മുതൽ വിനുമോൻ നോക്കിക്കോളാന്ന്. ഞാൻ പ്രസവിച്ച 2 ആൺമക്കൾ ഉണ്ടായിട്ടും അവർക്കൊന്നും തോന്നിയില്ലല്ലോ മാധവേട്ട. വിനുമോൻ ഇങ്ങനെ പറയാനെങ്കിലും തോന്നിയല്ലോ. നീ ഇത് പിടിക്കേ. ജീവിതം തുടങ്ങിയ നിനക്കാണ് പൈസയുടെ ആവശ്യം. ഇത് നിന്റെ തന്നെ ഇരിക്കട്ടെ. ഇത്രയും കാലത്തെ എന്റെ ജീവിതവും ജീവിത സമ്പാദ്യങ്ങളും ഒക്കെ മനോജും പ്രകാശും കൈക്കലാക്കി. നിനക്കായിട്ട് ഈ അച്ഛനും അമ്മയും ഒന്നും കരുതി വെച്ചില്ല. അതിലിപ്പോ എനിക്ക് കുറ്റബോധം തോന്നുക. ചന്ദ്രു, ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് വിനുമോന് കൊടുക്കണം. ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ അറിയാത്തവനായി ഇവൻ. മോനും നല്ലതേ വരൂ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. അപ്പോ ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിലും ഒരു ധാരണയായി. ഇപ്പൊ മീനാക്ഷി പറയും, ഞങ്ങൾക്കിതൊന്നും വേണ്ട അച്ഛാ, ഇനി മുതൽ വിനുവേട്ടന്റെ സമ്പാദ്യത്തിന്റെ ഒരംശം അച്ഛനും അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന്, വിനുവേട്ടന്റെ കടമയാണെന്ന്. സമ്പാദ്യത്തിന്റെ ഒരു അംശമല്ല വേണ്ടത്, നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു അംശം തന്നാ മതിയെന്ന് അമ്മയും പറയും. നീ നോയിക്കോ, ഇപ്പൊ ഉണ്ടാക്കുന്ന സീനൊക്കെ മീനാക്ഷിയുടെ തിരക്കഥയാ. ഒരുതരം സെന്റിമെന്റൽ ലോക്കിട്ട് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള തന്ത്രം. പക്ഷേ ഈ പ്രകാശന്റെ മുന്നിലത് പൊളിഞ്ഞടങ്ങും. പണി ഞാനേ പാൽപായസത്തിൽ കൊടുക്കും. വല്ലതും നടക്കുവോടെ? നടക്കും. ഈ പ്രകാശം നടത്തിയിരിക്കും. നിങ്ങൾ വാ. അങ്ങോട്ടല്ലടി പോത്തെ, ഇങ്ങോട്ട്. എന്തായി? എല്ലാരും കൂടി വിരുന്നിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് യാത്രാമംഗളം പാടിയോ? മാനത്തെ കൊട്ടാ